പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും റെഗുലർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് 3 വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഒരു വീഡിയോ ഒക്കെയാണ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്റം അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ ഇനി മുതൽ കൃത്യമായിട്ട് 3 ക്ലാസ്സുകൾ മാക്സിമം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്തോളാം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡേ 1 മുതൽ കൃത്യമായിട്ട് ക്ലാസ് കണ്ടുവന്നോളാം. നമ്മളൊരു 3 മാസത്തെ സ്ട്രാറ്റജിയാണ്, അതായത് കൃത്യമായ കണ്ടന്റ് മാത്രം കൊടുത്തിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം വന്ന ഒരു ആവേശമൊക്കെ സ്ഥിരമായിട്ട് നിലനിർത്തി കൊണ്ടുപോവുക. കൃത്യമായ ക്ലാസ് നോട്ട് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഡിസംബറിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണുക. ഓക്കെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ഇതിൽ കൊടുക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, അത് ഓരോന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് കാണുക. എല്ലാതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ 2024 മുഴുവൻ കറണ്ട് അഫേഴ്സും നോക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2024 എല്ലാ കറണ്ട് അഫേഴ്സും നോക്കണം. അതുകൂടാതെ തന്നെ എന്നാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്, ആ എക്സാമിൻ്റെ ഒരു മാസം മുമ്പേ വരെയുള്ള കറണ്ട് അഫേഴ്സും നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിലാണെങ്കിൽ ഇപ്പോൾ എക്സാം തുടങ്ങുന്നതെങ്കിൽ മാർച്ചിലെ ഈ ഒരു 2025 മാർച്ച് വരെയുള്ള കറണ്ട് അഫേഴ്സും കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2024 ആദ്യം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ജനുവരി ഫെബ്രുവരി മാർച്ചിലെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അടുത്ത എക്സാം വരുന്നതിനനുസരിച്ചിട്ട് ഓരോ മാസം കൂട്ടി കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ കൃത്യമായി പഠിച്ചോളൂ കേട്ടോ. എന്തായാലും എന്താണ്, ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും, 100% ഗുണം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ, നമ്മുടെ ഡിസംബർ മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 2024 ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആരാണ്? ഓക്കെ, എന്താണ്, വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആണ്. ആരാണ്? നമ്മുടെ കൊനേരു ഹംപിയാണ് അല്ലേ. കൊനേരു ഹംപിയാണ് എന്ത്, ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ എവിടെയാണ്, ന്യൂയോർക്കിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൽ ചാമ്പ്യൻ ആയത് ആരാണ്? നമ്മുടെ കൊനേരു ഹംപിയാണ്. ഓക്കെ, കൊനേരു ഹംപിയാണ്. ഈ ഒരു കൊനേരു ഹംപിയിലെ ഏത് നാട്ടുകാരിയാണ് അല്ലെ, ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കൊനേരു ഹംപി എവിടത്തുകാരിയാണ്? ആന്ധ്രാപ്രദേശുകാരിയാണ്. അവർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ കിട്ടിയിട്ടുള്ളത്. എവിടെ വെച്ചിട്ടായിരുന്നു ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ ന്യൂയോർക്കിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോകാം. അടുത്തത് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാര്? ഓക്കെ, ആർക്കാണ് ലഭിച്ചത്? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജെ ജയകുമാർ ആണ് കേട്ടോ. ആരാണ്? ജെ ജയകുമാർ. ക്ലിയർ അല്ലേ? ആർക്കാണ് കിട്ടിയത്? ജെ ജയകുമാറിനാണ്. കൃതി ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? പിങ്കള കേശിനി എന്ന കൃതിക്കാണ് കേട്ടോ. എന്താണ്? പിങ്കള കേശിനി. ഓക്കെ, അപ്പൊ പിങ്കള കേശിനി ആരുടേതാണ്? ജെ ജയകുമാറിൻ്റെതാണ്. അപ്പൊ അവർക്ക് എന്താ ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളിയാണ് ആര്? ജെ ജയകുമാർ എന്ന് പറയുന്നത്. കൃതി ഏതാണ്? പിങ്കള കേശിനിയാണ്. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോകാം. അടുത്തത് 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി അല്ലേ. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ് അല്ലേ. എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. അതിന്റെ ഭാഗ്യ ചിഹ്നമായിട്ട് കൊടുത്തിരിക്കുന്നത് ആരെയാണ് ചോദിച്ചാൽ മൗലി എന്നൊരു പക്ഷിയെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മൗലി എന്നൊരു പക്ഷിയാണ് അതിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. അതിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മൗലിയാണ് അല്ലെ. മൗലി എന്ന് പറഞ്ഞ ഒരു ബേർഡ് ആണ്. ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ടാവും. ഇതാണ് മൗലി എന്ന് പറയുന്ന ബേർഡ് കേട്ടോ. അപ്പൊ ഈ ഒരു നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിട്ട് കൊടുത്തിരിക്കുന്നത് ആരെയാണ് അല്ലെ? ഈ ഒരു ബേർഡിനെയാണ്, മൗലി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓക്കെ, എന്താണ്? നമ്മുടെ 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ് കേട്ടോ. ആർക്കാണ് ലഭിച്ചത്? എം മുകുന്ദനാണ് എന്ത് ലഭിച്ചത്? 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ എന്ത് പുരസ്കാരമാണ്? നിയമസഭാ പുരസ്കാരം. ആർക്കാണ്? എം മുകുന്ദനാണ്. നെക്സ്റ്റ്,
അണ്ടർ 19 വനിതാ ലോകകപ്പ് വേദി എവിടെയാണ്? ഓക്കെ, എവിടെയാണ്? അണ്ടർ 19 വനിതാ കപ്പ് അല്ലെ ലോകകപ്പ് വേദി, വനിതകളുടെ ലോകകപ്പ് വേദി എവിടെ വെച്ചിട്ടായിരുന്നു? മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഓക്കെ, മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു വനിതാ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത്. അതിൽ വിജയി ആയത് ആരാണ്? നമ്മുടെ ഇന്ത്യ ആണ് കേട്ടോ. ഓക്കെ, വിജയി ആയത് നമ്മുടെ ഇന്ത്യ ആണ്. പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അണ്ടർ 19 വനിതാ ലോകകപ്പിന്റെ വേദി മലേഷ്യയിലായിരുന്നു. വിജയി ആരായിരുന്നു? നമ്മുടെ ഇന്ത്യ ആയിരുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോകാം. അടുത്തതല്ലേ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ AI ഉപദേഷ്ടാവായി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണെന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഇന്ത്യൻ വംശജൻ ആയതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആരാണ് അല്ലെ? നമ്മുടെ ശ്രീറാം കൃഷ്ണൻ എന്നൊരു വ്യക്തിയാണ് ഈ ഒരു AI ഉപദേഷ്ടാവായിട്ട് നിയമിതനായത്. ഓക്കെ, അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ AI ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ എന്ന് ചോദിച്ചാൽ ആരാണത്? ശ്രീറാം കൃഷ്ണനാണ്. ഓക്കെ, ആരാണ്? ശ്രീറാം കൃഷ്ണനാണ്. ചോദിക്കാം. ഓക്കെ, കുറച്ചൊരു വിവാദമൊക്കെ ആയൊരു സംഭവമായിരുന്നത്. അപ്പൊ അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ശ്രീറാം കൃഷ്ണനാണ് കേട്ടോ ആരാ? AI ഉപദേഷ്ടാവായിട്ട് നിയമിതനായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗൽ ആണ് കേട്ടോ. ഈ സിനിമ ഇപ്പൊ റിലീസ് ചെയ്ത സിനിമയൊന്നുമല്ല, കുറെ മുമ്പുള്ളതാണ്. പക്ഷെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകൻ അല്ലെ ശ്യാം ബെനഗൽ എന്ന വ്യക്തി എന്താണ് ഈ 2024 ഡിസംബറിലാണ് അന്തരിച്ചത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ദി മേക്കിംഗ് ഓഫ് മഹാത്മ അല്ലെ, മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സിനിമയാണ് ഏത്? ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന് പറയുന്നത്. അപ്പൊ ആ സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയായിരുന്നു ആര്? ശ്യാം ബെനഗൽ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്താണ് നമ്മുടെ ഈ 2024 ഡിസംബറിലാണ് മരണപ്പെട്ടത്. അപ്പൊ അത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു മരണപ്പെട്ട സമയം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് നമ്മുടെ ഡിസംബറിലെ ഈ ഡിസംബർ 2024 ഒരു പ്രാവശ്യം ഒരു സംവിധായകൻ മരിച്ച ആ ഒരു മാസം വരെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സച്ചിദാനന്ദ അല്ലെ, അദ്ദേഹം മരിച്ച ആ ഒരു സമയം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമയം എന്ന് വെച്ചാൽ ആ മാസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എന്ത് ചെയ്യാ, നിങ്ങൾ ഓർത്ത് വെക്കുക. ഡിസംബറിലാണ് കേട്ടോ ആര് മരിച്ചത്? ശ്യാം ബെനഗൽ അല്ലെ, നമ്മുടെ ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയ്ക്ക് സംവിധാനം ചെയ്ത വ്യക്തിയാണ്. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്? എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഏത്? ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാം അല്ലെ, അപ്പൊ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള സ്കൂൾ ഏതാണ്? ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയും എടുത്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് വരാം. ഫസ്റ്റ് അല്ലെ, 2024 ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആരായിരുന്നു? പറഞ്ഞ ആരാണ് അല്ലെ? കൊനേരു ഹംപി ആണ് അല്ലെ. എവിടുത്തുകാരിയാണ്? ആന്ധ്രാപ്രദേശുകാരിയാണ്. എവിടെ വെച്ചിട്ടായിരുന്നു ഈ ലോക വനിതാ റാപ്പിഡ് ചെസ് നടന്നത്? ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് അല്ലെ. അടുത്ത നമ്മൾ പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെ, ആർക്കാ ലഭിച്ചത്? ജെ ജയകുമാറിനാണ് അല്ലെ. ജെ ജയകുമാറിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഏതാണ് കൃതി എന്ന് ചോദിച്ചാൽ ഏതാണ്? പിങ്കള കേശിനിക്കാണ് കേട്ടോ. അതും കൂടി പഠിച്ചു വെച്ചേക്ക. ഏതാണ്? പിങ്കള കേശിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. ഉത്തരാഖണ്ഡ് ആയിരുന്നു. അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു? മൗലിയാണ് അല്ലെ. ഭാഗ്യചിഹ്നം എന്തായിരുന്നു? മൗലിയാണ്. അതും കൂടി ഓർത്ത് വെക്കാം. ദെൻ എം മുകുന്ദൻ അല്ലെ എന്താ പുരസ്കാരമാണ് ലഭിച്ചത്? നിയമസഭാ പുരസ്കാരമാണ് ലഭിച്ചത് അല്ലെ. ഓക്കെ, ഇപ്പൊ 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? എം മുകുന്ദനാണ്. നെക്സ്റ്റ് അണ്ടർ 19 വനിതാ ലോകകപ്പിന്റെ വേദി എവിടെ വെച്ചിട്ടായിരുന്നു? അണ്ടർ 19 ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു. അതിന്റെ വിജയി എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ അണ്ടർ 19 വനിതാ ലോകകപ്പിന്റെ വേദി മലേഷ്യ ആയിരുന്നു. പക്ഷേ വിജയിച്ചത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ AI ഉപദേഷ്ടാവായത് ആരാണ്? ശ്രീറാം കൃഷ്ണനാണ്. ആരാണ്? ശ്രീറാം കൃഷ്ണൻ. ഓക്കെ, നെക്സ്റ്റ് അല്ലെ, ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ശ്യാം ബെനഗലാണ്. 2024 ഡിസംബറിലാണ് അദ്ദേഹം മരിച്ചത്. അതുകൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ശ്യാം ബെനഗൽ ഏതാ പടം? ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയ്ക്ക് സംവിധാനം ചെയ്ത വ്യക്തിയാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ച സ്കൂളാണ് ഏത്? ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിട്ട് നിയമിതനായത് ആരാണ്? കെ ഷാജു ആണ് കേട്ടോ. ഓക്കെ,
ആരാണ്? കെ ഷാജു. അവരാണ് എന്താ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. ആരാണ്? കെ ഷാജു. പഠിച്ചു വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ് ഫിഫ 2024 പുരസ്കാരം അല്ലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് ഫിഫ എന്ന് പറയുന്നത്. അപ്പോൾ അത് മികച്ച പുരുഷ താരവും മികച്ച വനിതാ താരവും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം മികച്ച പുരുഷ ഫിഫയിലെ 2024 ഫിഫ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരം അല്ലെ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? വിനീഷ്യസ് ജൂനിയറിനെയാണ് കേട്ടോ. ഓക്കെ, ആരെയാണ്? വിനീഷ്യസ് ജൂനിയറിനെയാണ്. അതുപോലെ മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? എഡ്ന ബോൺമാറ്റിയാണ് കേട്ടോ. ഓക്കെ, ആരാണ്? എഡ്ന ബോൺമാറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ മികച്ച പുരുഷ താരല്ലേ ഫിഫ 2024 മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? വിനീഷ്യസ് ജൂനിയർ. ആരാണ്? വിനീഷ്യസ് ജൂനിയർ ആണ് കേട്ടോ. ദെൻ മികച്ച വനിതാ താരം ആരാണെന്ന് ചോദിച്ചാൽ എഡ്ന ബോൺമാറ്റി. ഓക്കെ, എഡ്ന ബോൺമാറ്റി ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അല്ലെ മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പുതിയതാരാണ്? ദേശീയ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ് ആരാ? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചു വെച്ചേക്ക. ഈ ഒരു ചോദ്യം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ആയിട്ടുണ്ടാകും. ഓക്കെ, ചിലപ്പോൾ ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം വരെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആൾ മാറിയത് കൊണ്ട് തന്നെ ചോദിക്കാൻ 100% സാധ്യത കൂടുതലാണ്. അപ്പം ആരാണ്? നമ്മുടെ വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത് അല്ലെ നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലത്ത് എവിടെയാണ്, ഒരു ജില്ലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ആഫ്രിക്കൻ പന്നിപ്പനി അല്ലെ ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ കോട്ടയത്താണ്. ഓക്കെ, എവിടെയാണ്? കോട്ടയത്താണ്. അപ്പൊ ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തല്ലേ കേരളത്തിലെ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോട്ടയമാണ്. പഠിച്ചു വെച്ചേക്കാം അല്ലെ. ആഫ്രിക്കൻ പന്നിപ്പനി എവിടെയാണ്? കോട്ടയത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റിസ് ബയോ ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ്? ചെന്നൈയിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റിസ് ബയോ ബാങ്ക് എവിടെയാണ് സ്ഥാപിതമായത്? ചെന്നൈയിലാണ്. ഓക്കെ, അപ്പൊ എന്താണിത്? ഡയബറ്റീസിന്റെ ഒരു ബയോ ബാങ്ക് ആണ്. ഓക്കെ, അത് എവിടെയാണ് സ്ഥാപിതമായത് ചോദിച്ചാൽ ചെന്നൈയിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റീസ് ബയോ ബാങ്ക് എവിടെയാണ്? ചെന്നൈ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം അല്ലെ എവിടെയാണത്? ഇന്ത്യയിൽ തന്നെ ആദ്യ കേബിൾ റെയിൽവേ പാലം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ്. അത് അഞ്ചിഘട്ട് എന്ന സ്ഥലത്താണ് കേട്ടോ. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലാണ് ഈ ഒരു അഞ്ചിഘട്ട് എന്ന സ്ഥലം. അവിടെയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഓർത്ത് വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം അത് എത്ര രൂപയുടെ നാണയമാണ്? 100 രൂപയുടെ നാണയമാണ് കേട്ടോ. അതായത് നമ്മുടെ വാജ്പേയിയുടെ 100ാം ജന്മവാർഷികം എത്രയാണ്? 100ാമത്തെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയമാണ് എത്ര രൂപ നാണയം? 100 അപ്പൊ 100ാം ജന്മവാർഷികം ആയതുകൊണ്ട് തന്നെ 100 രൂപ നാണയമാണ് പുറത്തിറക്കിയത് അല്ലെ. നമുക്കിവിടെ പിക്ചറിൽ കാണുന്നുണ്ടാവും. ഇവിടെ വാജ്പേയിന്റെ ഒരു ഭാഗത്ത് വാജ്പേയിന്റെ പിക്ചറും മറുഭാഗത്ത് 100 എന്ന് എഴുതിയിട്ടുള്ള ഒരു പിക്ചറാണ്. ഓക്കെ, അപ്പം 100 രൂപയാണ് 100 രൂപയുടെ കോയിൻ ആണ് പുറത്തിറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആരുടെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടാണ്? വാജ്പേയിയുടെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടാണ്. പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിന്റെ പുതിയ ഗവർണറായി ചുമതല ഏറ്റത് ആര്? ചോദിക്കാൻ 100% സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ പുതിയ ഗവർണറായി ചുമതല ഏറ്റത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേട്ടോ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് ആര്? നമ്മുടെ കേരളത്തിന്റെ പുതിയ ഗവർണർ. പഠിച്ചു വെച്ചേക്കുക. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹം ഇതിനു മുമ്പ് ബീഹാറിലെ ഗവർണർ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിനു മുമ്പ് എവിടെയായിരുന്നു അയാൾ? ബീഹാറിലെ ഗവർണർ ആയിരുന്നു. ഇയാള് നമ്മുടെ ഗോവാക്കാരനാണ് കേട്ടോ. ഗോവയിലെ പനാജിയാണ് സ്വദേശം. അപ്പൊ ഗോവാക്കാരനാണ്, പനാജിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആകുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ബീഹാറിലെ ഗവർണർ ആയിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങോട്ടേക്ക് പോയി? ബീഹാറിലോട്ടും പോയിട്ടോ. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പൊ നിലവിൽ ബീഹാർ ഗവർണർ ആണ്. അപ്പം നമ്മുടെ ഇപ്പത്തെ നിലവിലെ കേരളത്തിന്റെ ഗവർണർ എന്ന് ചോദിച്ചാൽ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പഠിച്ചു വെച്ചേക്കുക. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഉച്ചതാ ശിക്ഷ അഭിയാൻ പദ്ധതി അല്ലെ, ഉച്ചതാ ശിക്ഷ അഭിയാൻ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി എന്ന് ചോദിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. ഉച്ചത അല്ലെ, ഉച്ചത എന്ന് പറയുമ്പോൾ അവിടെ ഉന്നത എന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഉച്ചതാ ശിക്ഷ അഭിയാൻ പദ്ധതി? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? ഈ ഭാഗങ്ങളൊന്ന് നോക്കാം. ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു ഗോത്രവർഗം പറഞ്ഞു അല്ലെ. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ആര്? കെ ഷാജു എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ്? കെ ഷാജു പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. പിന്നെ പറഞ്ഞില്ലേ ഫിഫ 2024 പുരസ്കാരം അല്ലെ മികച്ച പുരുഷ താരത്തിന് കിട്ടിയത് ആരാണ്? വിനീഷ്യസ് ജൂനിയർ ആണ്. ഓക്കെ, വിനീഷ്യസ് ജൂനിയർ ആണ്. വനിതാ താരം ആരാണ്? എഡ്ന ബോൺമാറ്റി ആണ്. ഓക്കെ, എഡ്ന ബോൺമാറ്റി. ദെൻ നമ്മൾ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ദെൻ ആഫ്രിക്കൻ പന്നിപ്പനിലെ എവിടെ റിപ്പോർട്ട് ചെയ്തത്? നമ്മുടെ കോട്ടയത്താണ് അല്ലെ. എവിടെയാണ്? കോട്ടയത്താണ്. പിന്നെ പറഞ്ഞൂല്ലേ ഡയബറ്റിസ് ബയോ ബാങ്ക് എവിടെയാണ് സ്ഥാപിച്ചത്? നമ്മുടെ ചെന്നൈയിലാണ് നമ്മുടെ ആദ്യത്തെ അല്ലെ ഡയബറ്റിസ് ബയോ ബാങ്ക് സ്ഥാപിച്ചത്. ദെൻ നമ്മൾ പറഞ്ഞു അല്ലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം അല്ലെ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ജമ്മു കാശ്മീരിലുള്ള അഞ്ചിഘട്ട് എന്ന സ്ഥലത്താണ്. ഓർത്തു വെച്ചേക്കുക. പിന്നെ അല്ലെ 100 രൂപ നാണയം അല്ലെ ആരുടെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്? നമ്മുടെ വാജ്പേയിയുടെ അല്ലെ, വാജ്പേയിയുടെ 100ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു 100 രൂപ നാണയം പുറത്തിറക്കിയിട്ടുള്ളത്. അടുത്തത് പറഞ്ഞു അല്ലെ നമ്മുടെ കേരളത്തിന്റെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് അല്ലെ. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. പിന്നെ പറഞ്ഞു ഉച്ചതാ ശിക്ഷാ അഭിയാൻ എന്തിനു വേണ്ടിയിട്ടാ? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അല്ലേ നമുക്കൊന്ന് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ പേര് മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇത്ര എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഒരു പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെന്തുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിന് വേറെ റിവിഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് മാത്രം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഓരോ ആൻസർ വരുമ്പോൾ അതിലേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം അല്ലെ. കൊനേരു ഹംപിലെ കൊനേരു ഹംപിക്ക് എന്താണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? കൊനേരു ഹംപിക്ക് ഒന്ന് പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലേക്ക് കിട്ടുന്നുണ്ടോ നോക്കിയേ. ഓരോ പോയിന്റും കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പഠനഭാരം കുറയും കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു പേരിൽ നിന്ന് അതിന് ചോദ്യം ഉണ്ടാക്കാൻ പറ്റണം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, കൊനേരു ഹംപിലെ നമ്മൾ പറഞ്ഞില്ലേ ചെസ്സുമായി ബന്ധപ്പെട്ടിട്ടാണല്ലേ. എന്ത് ചാമ്പ്യനാണ് കിട്ടിയത്? റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് ആർക്ക് കിട്ടിയത്? കൊനേരു ഹംപിക്ക് കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പൊ കൊനേരു ഹംപിക്ക് എന്താണ് കിട്ടിയത് അല്ലെ? എന്താണ് കിട്ടിയത്? റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് കിട്ടിയത് അല്ലെ. കൊനേരു ഹംപിലെ ഏത് സംസ്ഥാനക്കാരിയാണ്? ഏതാണ് അല്ലെ? ആന്ധ്രാക്കാരിയാണ് അല്ലെ. ആന്ധ്ര, അത് ഓർത്ത് വെക്കുക. ആന്ധ്രാക്കാരിയാണ്. ഓക്കെ, അടുത്തത് പറഞ്ഞല്ലേ ജയകുമാർ അല്ലെ. ജയകുമാറിന് എന്തോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണത്? ഓർത്തെടുത്തേ. ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് അല്ലെ. എന്താണ് കിട്ടിയിട്ടുള്ളത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ജയകുമാറിന് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത് അല്ലെ ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? ഉത്തരാഖണ്ഡിലാണ് നമ്മുടെ 38ാമത് അല്ലെ 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഭാഗ്യചിഹ്നമൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ആരാണ്? മൗളിയാണ് അല്ലെ. അപ്പൊ 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അതിനു മുന്നല്ലേ ജയകുമാറിന്റെ കൃതിയും കൂടി പഠിച്ചു വെച്ചേക്കണം. ഏതാണ്? പിങ്കള കേശിനി. ഓക്കെ, പിങ്കള കേശിനി. ദെൻ എം മുകുന്ദൻ അല്ലെ. മുകുന്ദനുമായി ബന്ധപ്പെട്ട് എന്താ നമ്മൾ പറഞ്ഞത്? എം മുകുന്ദൻ ഒന്ന് ഓർത്തെടുത്തേ. എം മുകുന്ദൻ എന്താ അല്ലെ നിയമസഭാ അവാർഡാ ലഭിച്ചത് അല്ലെ. എന്താ ലഭിച്ചത്? നിയമസഭാ അവാർഡ് അല്ലെ. നിയമസഭാ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ആര്? എം മുകുന്ദൻ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ മലേഷ്യ അല്ലെ. മലേഷ്യയുമായി ബന്ധപ്പെട്ട് എന്താ നമ്മൾ പറഞ്ഞത്? മലേഷ്യയിലാണ് എന്തോ ഒരു കാര്യം നടന്നു അല്ലെ. ഏതാണ്? അണ്ടർ-19 അല്ലെ. അണ്ടർ-19 വനിതാ വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? മലേഷ്യയിലാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയൊക്കെ ജയിച്ചത് അല്ലെ എവിടെ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അണ്ടർ-19 വനിതാ വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? മലേഷ്യയാണ്. ദെൻ ശ്രീറാം കൃഷ്ണൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല അല്ലെ. നമ്മുടെ ട്രംപിന്റെ AI ഉപദേഷ്ടാവായിട്ട് നിയമിതനായതാണ്. ആര്? ശ്രീറാം കൃഷ്ണൻ. ദെൻ ശ്യാം ബനഗൽ അല്ലെ. ശ്യാം ബനഗൽ നമ്മൾ അടുത്തിടെ മരിച്ചു അല്ലെ. ആരാണ്? നമ്മുടെ അല്ലെ മഹാത്മാഗാന്ധിയുടെ
എന്തായിരുന്നു കൃതി? മേക്കിംഗ് ഓഫ് മഹാത്മ അല്ലെ. മേക്കിംഗ് ഓഫ് മഹാത്മ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ശ്യാം ബെനഗൽ. അദ്ദേഹം അല്ലെ 2024 ഡിസംബറിലാണ് മരണപ്പെട്ടത്. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക. ആരാണ്? ശ്യാം ബെനഗൽ. ദെൻ അടുത്തത് ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂൾ അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂൾ? ഒന്ന് ഓർത്തെടുത്തേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അല്ലെ? ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളാണ് എന്ത്? ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കെ ഷാജു. കെ ഷാജു എന്തായിരുന്നു? ആരായിരുന്നു കെ ഷാജു? നമ്മളിപ്പോൾ പഠിച്ചല്ലോ അല്ലെ. കെ ഷാജു ആരാണ്? പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ്. ആര്? കെ ഷാജു എന്ന് പറയുന്നത് അല്ലെ. ആരാണ്? പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ്. ദെൻ വിനീഷ്യസ് ജൂനിയറെയും അതുപോലെ എറ്റ്ന ബോൺമാറ്റിയെയും നമ്മൾ പഠിച്ചു അല്ലേ. എന്ത് അവാർഡാണ് അവർക്ക് കിട്ടിയത്? എന്ത് അവാർഡാണ് കിട്ടിയത്? വിനീഷ്യസ് ജൂനിയറിനും എറ്റ്ന ബോൺമാറ്റിക്കും അല്ലെ. നമ്മുടെ ഫിഫയുടെ അല്ലെ മികച്ച പ്ലെയർ അല്ലെ ആരാണ്? പുരുഷ താരമായിട്ട് തെരഞ്ഞെടുത്തത് വിനീഷ്യസ് ജൂനിയറിനെയും അതുപോലെ എറ്റ്ന ബോൺമാറ്റി എന്താണ്? മികച്ച വനിതാ താരവുമായിട്ട് തെരഞ്ഞെടുത്തു അല്ലെ. ദെൻ രാജേന്ദ്ര വിശ്വനാഥ് അർലോഗർ അല്ലെ. രാജേന്ദ്ര വിശ്വനാഥ് അർലോഗർ അല്ലെ ആരാണ്? അല്ലെ നമ്മുടെ നിലവിലെ ഗവർണർ അല്ലെ. കേരളത്തിന്റെ ഗവർണറായിട്ട് നിയമിതനായ വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലോഗർ. പഠിച്ചു വെച്ചേക്ക. അദ്ദേഹം ബീഹാർ ഗവർണർ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് വി രാമസുബ്രഹ്മണ്യൻ. ആരാണ് വി രാമസുബ്രഹ്മണ്യൻ? വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇനി വരുന്ന പരീക്ഷകളിൽ ഇതിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്ക. ആരാണ് വി രാമസുബ്രഹ്മണ്യൻ? അല്ലെ നമ്മുടെ ആരാണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ആരാണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദെൻ ആഫ്രിക്കൻ പന്നിപ്പനി അല്ലെ എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? നമ്മുടെ കേരളത്തിൽ കോട്ടയത്താണ് അല്ലെ. ആഫ്രിക്കൻ പന്നിപ്പനി എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? കോട്ടയമാണ്. അടുത്തത് അല്ലെ ഡയബറ്റിക് ബയോ ബാങ്ക് എവിടെയാണ് സ്ഥാപിതമായത്? ഡയബറ്റിക് ബയോ ബാങ്ക് അല്ലെ എവിടെയാണ് സ്ഥാപിതമായത്? നമ്മുടെ ചെന്നൈയിലാണ്. ക്ലിയർ അല്ലേ? ചെന്നൈയിലാണ്. ദെൻ അഞ്ചിഘട്ട് അല്ലെ. എന്താണ് അഞ്ചിഘട്ടിന്റെ പ്രത്യേകത? എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? എന്താ നമ്മൾ പറഞ്ഞത്? അവിടെയാണല്ലേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം വന്നത് അല്ലെ. എന്താണ്? ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം വന്നത് എവിടെയാണ്? അഞ്ചിഘട്ടാണ്. ദെൻ 100 രൂപ നോട്ട് കോയിൻ അല്ലെ. 100 രൂപ നാണയം എങ്ങനെ ആരുടെ പേരിലാണ് പുറത്തിറക്കിയത്? ആരുടെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയതാണ് അല്ലെ. നമ്മുടെ വാജ്പേയിയുടെ 100ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ നാണയമാണ് അല്ലെ ഏത്? ഈ 100 രൂപ നാണയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് വൺ ഉച്ചതാ ശിക്ഷ അഭിയാൻ അല്ലെ. ആ പേരിൽ തന്നെ ഉണ്ട് ഉച്ചതാ ശിക്ഷ അഭിയാൻ. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അല്ലെ? ഉച്ചത അല്ലെ ഉന്നത വിദ്യാഭ്യാസത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? നിങ്ങളുടെ മൈൻഡിൽ എല്ലാ കാര്യങ്ങളും ഇല്ലേ? സെറ്റ് അല്ലേ? ഇനി ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഈ പേരുകളൊന്ന് മാത്രം നിങ്ങൾ എഴുതിയെടുത്തിട്ട് അന്നൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗം പഠിച്ചു കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദെൻ താങ്ക് യു.